today all our prayers are being said for those who are there in the Middle East, all the innocent people, especially our own countrymen. And we appeal to the government to provide them safety and shelter as soon as possible, to watch the situation and as soon as possible to bring our family members, the citizens of India, back home to safety. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും അവരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതുമാണ്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഹോദരങ്ങളടക്കം, ഇന്ത്യക്കാരടക്കം അവിടെയുള്ള മുഴുവൻ മനുഷ്യർക്കും ആശ്വാസമുണ്ടാകട്ടെ, കാര്യങ്ങൾ സമാധാനപ്പെടട്ടെ, ഈ പിരിമുറുക്കത്തിന്റെ അന്തരീക്ഷം അവസാനിച്ച് എല്ലാം നേരെയായി തീരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഗവൺമെന്റിനോട് നാം അഭ്യർത്ഥിക്കുന്നു, എത്രയും പെട്ടെന്ന് ഇന്ത്യക്കാർക്ക് സമാശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അവരുടെ ബുദ്ധിമുട്ട് അകറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റ് തക്ക സമയത്ത് മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. I know that all of you join me in hoping that the situation does not worsen and that our Indian citizens and everybody else who is an innocent citizen in the middle of this conflict is safe and secure. അവിടെയുള്ള എല്ലാ മനുഷ്യരും സുരക്ഷിതരാകട്ടെ, അവിടെയുള്ള എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ മധ്യപൗരസ്ത്യ ദേശത്ത് എന്ന് ആശിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതിലും നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ചേരുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു.